ിൽ പ്രവർത്തിച്ചവർ ഒരു പക്ഷേ ഉപേക്ഷിച്ച് പോയതാകാം എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ പറയാം എന്നതാണ് പോലീസ് പറയുന്നത്. ഒരു പക്ഷേ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ അത് കണ്ടെത്താനാകൂ എന്നതുമായിരിക്കാം പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വി വിനോദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിനോദ്, കുട്ടി ആരോഗ്യവതിയാണ് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മറ്റ് പോലീസ് പറഞ്ഞ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ്? രേണുക, കുഞ്ഞിനെ കണ്ടെത്തി അത് ഏറ്റവും വലിയ നേട്ടമായി തന്നെയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ജനറൽ ആശുപത്രിയിലാണുള്ളത്. കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി SIT ആശുപത്രിയിൽ ഒരുപക്ഷെ എത്തിക്കും. അവിടെയും വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. വിശദമായ പരിശോധന ഇവിടെ ഏറ്റവും ദുരൂഹമായി തുടരുന്നത് ഇന്നലെ രാത്രി കാണാതായ കുഞ്ഞിനെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഈ കുറ്റിക്കാടിനുള്ളിൽ നിന്ന് ലഭിക്കുന്നത്. ട്രാക്കിൽ നിന്ന് കഷ്ടിച്ച് 4 മീറ്റർ മാത്രം അകലെ, അതായത് ഒരു പക്ഷേ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോകുന്നു, വീണ്ടും ഈ ട്രാക്കിനടുത്തേക്കോ മറ്റോ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലത്ത് ഓയൂരിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി വലിയ വാർത്തയും പോലീസിന്റെ വലിയ അന്വേഷണവും വന്നപ്പോൾ ഉപേക്ഷിച്ച അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പകലിൽ ഇത്ര വലിയ ചൂടിൽ ആ കുഞ്ഞിന് അവിടെ ഒറ്റയ്ക്ക് അത്രയും സമയം ഇരിക്കാൻ കഴിയുമോ എന്നതാണ്. കുഞ്ഞ് കരയാനുള്ള സാധ്യതയുണ്ട്, ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബലമായി സംശയിക്കാൻ കഴിയുന്നത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയും ഇത് വലിയ തോതിൽ വാർത്തയാവുകയും പോലീസിന്റെ ശ്രദ്ധ വരികയും ചെയ്തതോടുകൂടി ഭയപ്പെട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നത് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിലെ 2 ഉദ്യോഗസ്ഥർ ഇവിടെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്ത് പോകുമ്പോൾ കുഞ്ഞ് അൺകോൺഷ്യസ് ആയിരുന്നു, ആ നിലയിലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞിന് ബോധമുണ്ടായിരുന്നില്ല. അവർ ആദ്യം ഭയപ്പെടുന്ന ഒരു നിലയിലായിരുന്നു. എന്താണ് സംഭവിച്ചത്, അതായത് വല്ല അപായം സംഭവിച്ചോ എന്ന ഭയം പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു, ജീവനോടെ തന്നെ കുഞ്ഞിനെ കിട്ടി. ഇനി കുഞ്ഞ് എങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ്. ഒരു പക്ഷേ കുഞ്ഞ് സ്വന്തം നിലയ്ക്ക് അങ്ങനെ രാത്രി ഇറങ്ങി നടന്നു പോയതാണോ, അവിടെ പോയി പിന്നീട് ഈ പ്രഭാതമായി വെയിലേറ്റ് അങ്ങനെ തളർന്നു വീണതാണോ തുടങ്ങിയ സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും രാവിലെ മുതൽ അരിച്ചു പുറക്കിയിട്ടും കാണാത്ത കുഞ്ഞ് പിന്നീട് വൈകുന്നേരം കുഞ്ഞിനെ അവിടെ കണ്ടെത്തുമ്പോൾ വലിയ അസ്വാഭാവികത തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും ഉപേക്ഷിച്ചതാകുമെന്ന സംശയം കൂടുതൽ ബലപ്പെടുന്നത്. എന്തായാലും